അല്ലേ? ഒരു പ്രത്യേക കോൺഫിഡൻസാ. ഗോൾഡ് പ്രിസർവ് ചെയ്യുന്ന മലകളെ പ്രണയിക്കാനുള്ള He wanted us Emma girl. Instantly mood മാറിയെന്നുള്ളതാണ്. Hi everyone, how are you doing? Welcome to Banff. Yes, നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോകാൻ പോവാണ് ബാൻഫിലേക്ക്. ഞാൻ കുറേ നാളായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തൊരു പ്ലേസ് ആയിരുന്നു ബാൻഫ് ആൻഡ് ലേക്ക് ലൂയിസ്. Finally, it is happening. You know what makes a place even more special? It's who you're traveling with. സോ അങ്ങനെ ഞങ്ങൾ 3 പേരും യാത്ര തുടങ്ങി. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ശാന്ത ഇവിടെ ഇപ്പുണ്ട്. കച്ചോ കുറെ നാളുകളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതായിരുന്നു സമ്മറിൽ ഒരു ട്രിപ്പ് പോകണമെന്ന്, അതും ബാൻഫ് ലേക്ക് ലൂയിസ്. അപ്പോൾ അത് പോവാണ്. ഫൈനലി എ ട്രിപ്പ് മെയ്ഡ് ഔട്ട് ഓഫ് ദ ചാറ്റ് ബോക്സ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇടയ്ക്കൊക്കെ വണ്ടി നിർത്തണം. കാരണം ഇവിടെ 2 hours ഇടയ്ക്ക് പിള്ളേരെ കാർ സീറ്റിൽ നിന്ന് എടുക്കുന്നതാണ് നല്ലത്. കാരണം അവർക്കും കുറച്ച് റിലാക്സ് ചെയ്യാം, പിന്നെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഫീഡ് ചെയ്യണമെങ്കിൽ ഫീഡ് ചെയ്യാം, അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് 8 hours ആയിരുന്നു ട്രാവൽ. ഈ 8 hours എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബേബി, അതും ഒരു 6 months ഓൾഡ് ആയിട്ടുള്ള ഒരു ബേബീനെ കൊണ്ട് പോകുമ്പോൾ നമ്മൾ 8 hours എന്ന് പറയുന്ന ഒരു 10 hours ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ട്രാവൽ. കാരണം നമ്മൾ ഇടയ്ക്ക് ഇറങ്ങണം, ഫീഡ് ചെയ്യണം, ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യണം, അങ്ങനെ കുറച്ച് താമസിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 hours ഒക്കെ എടുക്കും ഏകദേശം നമ്മളവിടെ എത്താൻ വേണ്ടിയിട്ട്. അവൾക്കിടയ്ക്ക് ഞങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന് ചില വാശികളൊക്കെ ഉണ്ട്. അതൊഴിച്ച് ബാക്കി അവൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അവൾ ഓക്കെ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ കൊണ്ട് ഞങ്ങൾ 2.5 months, I think 2 months തൊട്ട് അവളെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതാണ്. ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോവാ അല്ലേ? ഇഷ്ടമല്ലാത്ത കാര്യം കാർ സീറ്റിൽ ഇരിക്കുന്നത്. തുടങ്ങി ഞങ്ങൾക്ക് അമ്മയുടെ അപ്പയുടെയും അടുത്തിരിക്കണം മാത്രമേ ഇഷ്ടമുള്ളൂ. വേറെ ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതെ, എനിക്കൊരു കരച്ചിൽ പ്രതീക്ഷിക്കണം. ഓ എന്നാ നീ കണ്ടോ നമ്മുടെ അസ്വസ്ഥതയുടെ മുഖം ആയിരിക്കും ഇനി. ഇൻസ്റ്റന്റ്ലി മൂഡ് മാറിയെന്നുള്ളതാണ് സത്യം. പകുതി വഴി ഞാനും പകുതി വഴി ചായനും ആയിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. അപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 പേരും അത്ര മടുക്കത്തില്ല. പിന്നെ ഞങ്ങൾ 2 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കയറിയാൽ ഉറങ്ങുന്ന ടൈപ്പ് ആൾക്കാരേ അല്ല, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം. ഞങ്ങൾ 2 പേരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുൾ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്തൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പറയണത് എത്ര പേർക്ക് റിലേറ്റബിൾ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ ഡ്രസ്സ്, അതായത് ഇപ്പം ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഇടുമ്പം ഒരു പ്രത്യേക കോൺഫിഡൻസാ. വേറെ ഒരു ഡ്രസ്സും എനിക്ക് പല ഡ്രസ്സുകളും എനിക്ക് കൊള്ളാം, ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന കൊള്ളാം, ഈ ഔട്ട്ഫിറ്റ് കൊള്ളാം എന്നുള്ള ഇതുണ്ട്. പക്ഷെ ഈ ഡ്രസ്സ് മാത്രം ഇടുമ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ്, നല്ല രസമുണ്ട് കാണാൻ, അങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു കോൺഫിഡൻസ് ഇല്ലേ, നമുക്കുള്ളില് ഒരു കോൺഫിഡൻസ് ഇല്ലേ, അത് ഈ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു കോൺഫിഡൻസാ. അത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു കോൺഫിഡൻസ്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഈ റോഡിന് അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന മഞ്ഞ കളറുള്ള പാടം ഈസ് കോൾഡ് കെനോള. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ 2nd month ഓഫ് പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് കെനോളയിൽ വെച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാൽഗറിയിലെത്തി. കാൽഗറിയിൽ നിന്ന് ബാൻഫിലേക്കും ലേക്ക് ലൂയിസിലേക്കും 1 or 1.5 hour അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടൽ റൂമിലെത്തി, ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു ഡൗൺ ടൗൺ കാൽഗറി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഈ ചായൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കാൽഗറിയിലുണ്ട്, അവരെയൊക്കെ പോയി കണ്ടു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. കാരണം ഇത്രയും ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് ഞങ്ങൾ റെസ്റ്റ് എടുത്തു. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. എവിടെയാണ് നമ്മൾ പോണേ? ബാൻഫിലാണോ പോണേ? ബാൻഫിൽ പോവാണേ നമ്മള്. ബാൻഫിൽ പോവാൻ അങ്ങനെ ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞങ്ങളെ തേടി ആതിഥ്യ എത്തിയത്. ആരാണെന്നല്ലേ? നല്ല മഴയായിരുന്നു ഗൈസ്. പിന്നെ ഇതിലൊന്നും തളരുന്നവനല്ലോ ഈ KK ജോസഫ് എന്ന് പറഞ്ഞ് ഒരൊറ്റ
ഒറ്റ പോക്കായിരുന്നു ഞങ്ങൾ രണ്ടുപേരും മഴയത്ത് ഇങ്ങനെ ഒരു ഡ്രൈവ് പോയത് ഇതാദ്യമായിട്ടായിരിക്കും. നല്ല ഭംഗിയുള്ള വഴിയും മഴയും നല്ല രസമായിരുന്നു, നല്ല ഫീലായിരുന്നു. എനിക്ക് ഈ യാത്ര പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞങ്ങൾ ബേബി മൂണിന് വിന്നിപ്പെഗ് പോയതാണ്. ഇതുപോലെ തന്നെയായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒത്തിരി വർത്തമാനം പറഞ്ഞ് ഡ്രൈവ് ഭയങ്കര ലോങ് ഡ്രൈവാണ്. എന്നിട്ട് ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാൻഫിലെത്തി, ബാൻഫ് ഡൗൺ ടൗണിലേക്ക്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ കാറുകൾ വഴിയിൽ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി മഴയൊന്നും വകവയ്ക്കാതെ ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങളെപ്പോലെ തന്നെ വന്നിട്ടുണ്ടെന്ന്. ഇവിടെ പിന്നെ മഴയായാലെന്ത് മഞ്ഞായാലെന്ത് ആൾക്കാർക്കൊന്നും അതൊരു വിഷയമേ അല്ല. മഞ്ഞാണോ ജാക്കറ്റ് ഇട്ടേക്കാം, മഴയാണോ കുട എടുത്തേക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളിതേ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കണ്ടു കേട്ടോ. സോ അപ്പം നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ആയാലോ. ബാൻഫ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് കാനഡയിലെ തന്നെ ഫസ്റ്റ് നാഷണൽ പാർക്കാണ്. വേൾഡിലെ ആണല്ലോ 3rd in number. കുഞ്ഞൻ കാണുന്ന കാഴ്ചകൾ പാലവും ലേക്കും മലകളെ പ്രണയിച്ചുള്ളതാണ്. Wanderlust. Hey Wanderlust, Emma girl. Emma girl. Emma girl. Oh Emma girl. Are you enjoying? ഈ ബാൻഫ് ടൗണിൻ്റെ ഏറ്റവും സെൻറ്ററായിട്ട് തന്നെ ഒരു ബാൻഫ് മ്യൂസിയം കൂടെ ഉണ്ട്. അത് കുറേ പേരൊന്നും നോട്ടീസ് ചെയ്യത്തില്ല, കാരണം അത് കുറച്ചൊന്ന് ഒതുങ്ങിയാണ് ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങളത് ഓപ്പൺ ആയിട്ടില്ല എന്ന് വിചാരിച്ച് കയറി ചെന്നായിരുന്നു. പക്ഷെ അത് ഓപ്പൺ ആയിരുന്നു. ഓരോ ആനിമൽസിൻ്റെയും ഓരോ പക്ഷികളുടെയും ഒക്കെ ഇങ്ങനത്തെ ഒരു ഫിഗർ. അപ്പം ഞങ്ങൾ ഓർത്ത് ഓക്കെ ഇതൊക്കെ അവർ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിമയായിരിക്കും. പക്ഷേ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതൊന്നുമല്ല. ഇവയെല്ലാം ഒറിജിനലാണ്. അതായത് ആക്സിഡൻറ്റ് പറ്റി മരിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ ഇവർക്ക് കിട്ടിയതോ ആയിട്ടുള്ള ആനിമൽസിനെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിനകത്തുള്ള ഇൻറ്റേർണൽ പാർട്സ് എല്ലാം ഒഴിവാക്കി ജസ്റ്റ് ഔട്ട് ആയിട്ടുള്ള എക്സ്റ്റേർണൽ പാർട്സ് മാത്രം വെച്ചിട്ട് ഉള്ളൊരു ഈ മ്യൂസിയം ഞാനതെൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുമായിരുന്നു. I'm just curious, like is it like is it real, like oh is it? Yeah. So all the birds and the animals and things in here, it's something called taxidermy. I don't understand a lot about it, but Right. yeah, these were living, and then these hummingbirds Right. were taxidermied in 1890, so they're 135 years old. So they preserve them, and basically all the insides are taken away. It's just outside. Just the outside. So kind of the inside is a bit like paper mache, and they use like a mold for the shape, like a wire sort of frame. Right. But it's very, very. അങ്ങനെ ഈ ഗൈഡ് പറയുമായിരുന്നു ഈ ഗ്ലാസ്സിലൊക്കെ വന്ന് മരിക്കുന്ന ബേർഡ്സ് ഓർ ആനിമൽസിനെയൊക്കെ അവരിങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കും എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ആനിമൽസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു ബ്രിഡ്ജ് പോലെ പണിതിട്ടുണ്ട് റോഡിന് മുകളിലായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതുവഴി പാസ് ചെയ്യാനൊക്കെ പറ്റും. ഇതാണ് ഗൈഡ് പറഞ്ഞ ക്രോസിംഗ് പാത്ത് വേ ഫോർ ആനിമൽസ്. ഇവിടുത്തെ ഒരു ഓൾഡ് ബിൽഡിങ്സുകളൊക്കെ മീൻസ് ഓൾഡ് റെസ്റ്റോറൻറ്റ്സും ഇവിടെ കഫേസും. ബാൻഫ് ടൗൺ ഇങ്ങനെയാ, എല്ലാം കുറച്ച് ഓൾഡ് പ്രിസർവ് ചെയ്യുന്ന കാണാൻ രസമുള്ള ടൗൺ. അതെ, നമ്മളെ ഓൾഡ് മണി വൈബ്സ് ഡ്രസ്സാണല്ലോ ഇട്ടേക്കുന്നത്. ഔട്ട്ഫിറ്റ്സ് ബേജ് തീമാണ് ഭയങ്കര ഇഷ്ടം. ബേജ് കളർ ഔട്ട്ഫിറ്റ്സാണ് ഞങ്ങൾ പൊതുവെ ഇടാറല്ലേ. ഞങ്ങൾ 3 പേരും. കൊച്ചുണ്ടായതിനു ശേഷമാണ് കൂടുതൽ, കാരണം അവളുടെ കുറച്ച് ബേജ് കളർ ഡ്രസ്സുകൾ എടുക്കും, പിന്നെ നമ്മൾ ബേജ് കളർ ഡ്രസ്സുകളെ ഇപ്പൊ എടുക്കുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പതിയെ ലേക്ക് ലൂയിസിലേക്ക് പോയാലോ. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങാറായപ്പോഴത്തേക്കും ഈ പാവത്താൻ ഉറങ്ങിപ്പോയി. ഇതാണ് ലേക്ക് ലൂയിസ് പോകുന്ന റോഡ്. എന്ത് ഭംഗിയല്ലേ. നമ്മൾ ലേക്ക് ലൂയിസ് എത്തി ഗൈസ്. ഓഫ് മൈ ബക്കറ്റ് ലിസ്റ്റ്. ഓ വാവ്. ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. കണ്ട കാഴ്ചകളും പോയ വഴികളും എല്ലാം അടിപൊളിയായിരുന്നു. നിങ്ങൾക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും എൻ്റെ കൂടെ യാത്ര ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഡേ 2 വിശേഷങ്ങളുമായിട്ട് ഞാൻ എന്തായാലും തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.